ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ISL നടത്തിപ്പിലെ പ്രതിസന്ധി എത്രയും പെട്ടെന്ന് പരിഹരിക്കാനുള്ള ശ്രമങ്ങളാണ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം വലിയ രൂപത്തിലുള്ള പ്രതിഷേധങ്ങൾ ഇപ്പോൾ ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഇപ്പോൾ കണ്ണ് തുറന്നിട്ടുണ്ട് എന്ന് പറയേണ്ടി വരും. വരുന്ന 18-ാം തീയതി എല്ലാ ISL ക്ലബ്ബുകളുടെയും ഒരു ഫിസിക്കൽ മീറ്റിംഗ് ഇപ്പോൾ ഫെഡറേഷൻ വിളിച്ചു ചേർത്തിട്ടുണ്ട്. അതായത് ജനുവരി 1-ാം തീയതി തന്നെ ISL ആരംഭിക്കാൻ സാധിക്കുമോ എന്നതിനെ കുറിച്ചാണ് അവർ ചർച്ച ചെയ്യുന്നത്. ജനുവരി 1 മുതൽ മെയ് 31-ാം തീയതി വരെ ഈ ഒരു ISL നടത്താനാണ് ഇപ്പോൾ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അതിന് ഇനിയും ഒരുപാട് സങ്കീർണതകളെ മറികടക്കേണ്ടതുണ്ട്. ഇതിനിടെ മാർക്കസ് മെർഗുലാവോ ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതായത് ISL താരങ്ങൾ ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിക്കുകയാണ്. തങ്ങളുടെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്, അവരുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയാണ് സുപ്രീം കോടതിയെ അവർ സമീപിക്കുന്നത്. മാർക്കസ് മെർഗുലാവോയുടെ റിപ്പോർട്ടിലെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ്. ISLൽ കളിക്കുന്ന താരങ്ങൾ സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള ഒരുക്കത്തിലാണ്. താരങ്ങൾക്ക് പുറമെ സ്റ്റാഫുകളും സുപ്രീം കോടതിയെ സമീപിക്കുകയാണ്. തങ്ങൾ എല്ലാം പ്രശ്നത്തിലാണെന്നും ഇന്ത്യയിലെ ഫസ്റ്റ് ഡിവിഷൻ എപ്പോൾ ആരംഭിക്കും എന്നുള്ളത് ഇപ്പോഴും ഉറപ്പ് ലഭിച്ചിട്ടില്ലെന്നും അവർ സുപ്രീം കോടതിയെ അറിയിക്കും. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു താരം അദ്ദേഹത്തോട് പറഞ്ഞത് ഇപ്രകാരമാണ്: ലീഗ് നടക്കുന്നില്ലെങ്കിൽ ഞങ്ങളുടെ കരാറുകൾ താൽക്കാലികമായി നിർത്തിവെക്കും. കരാറുകൾ മരവിപ്പിക്കാൻ ഫോഴ്സ് മജൂർ ക്ലോസ് ഉപയോഗപ്പെടുത്താനുള്ള ഒരുക്കത്തിലാണ് എല്ലാ ക്ലബ്ബുകളും ഉള്ളത്. ഞങ്ങൾക്കെല്ലാവർക്കും പ്രൊഫഷണൽ കരാറുകൾ ഉണ്ട്. ഞങ്ങൾ കളിക്കാനും തയ്യാറാണ്. എന്നിട്ടും ഞങ്ങൾക്ക് കാത്തിരിക്കേണ്ടി വരുന്നു. ചില താരങ്ങൾക്ക് ഇപ്പോൾ ട്രെയിനിങ് പോലും നടത്താൻ സാധിക്കുന്നില്ല. ഇതാണ് ഒരു താരം ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും എത്രയും പെട്ടെന്ന് ഇത് പരിഹരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് താരങ്ങളും സ്റ്റാഫുകളും അതുപോലെ തന്നെ പരിശീലകരും ഒക്കെ ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിക്കാൻ പോകുന്നത്. അധികം വൈകാതെ തന്നെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഒരു കൊമേഴ്ഷ്യൽ പാർട്ണറെ കണ്ടെത്തുമെന്നും അതുവഴി ISL നടക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.